കാസർഗോഡ് ഒരു പ്രവാസി വ്യവസായിയായ കാസർഗോഡ് പള്ളിക്കര പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് നമ്മൾ കേരളത്തിൽ. ഇവിടെ നമ്മൾ ഈ കൊലപാതക ചർച്ചകൾ നടത്തുമ്പോൾ അത് നടത്തിയത് ഒരു ജിന്നുമ്മ എന്ന് പറയുന്ന 38-കാരിയാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ഒരു പ്രധാന ഒരു പോയിന്റ് എനിക്ക് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. ഈ അന്ധവിശ്വാസവും അതുപോലെ നരഹത്യകളും ഒക്കെ സാധാരണ ഇവിടെ നടക്കുന്നത് പതിവാണ്. അത് പലപ്പോഴും അങ്ങനെ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മുറവിളി ഉയരാറുണ്ട്. ഈ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ബില്ല് പാസ്സാക്കണമെന്നും ഒരു പുരോഗമന സമൂഹമെന്ന നിലയിൽ കേരളം, അതായത് വളരെ വിപ്ലവകാരികളുടെ നാടായ കേരളം, പിന്നെ ഏറ്റവും അധികം ഈ പുരോഗമന ബുദ്ധിജീവികളുടെ നാടായ ഒരു കേരളം ഇപ്പോഴും ഈ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായി കിടക്കുന്നു. അതിൽ ഈ മന്ത്രവാദത്തിലും അതുപോലെ ബലി കൊടുക്കുന്നതിലും അതിൽ കൂടുതൽ പണമുണ്ടാക്കാൻ മന്ത്രവാദം നടത്തുന്നതുമൊക്കെ വിശ്വസിച്ച് നടക്കുന്നു. പലപ്പോഴും ചർച്ചകൾ ഇങ്ങനെ പോകുന്നത് ഹിന്ദു സന്യാസിമാരുടെ അടുക്കലേക്കാണ്. ഞാൻ ഈ പറയുന്നത് ഒരു മതേതരത്വത്തിനെതിരായിട്ടാണെന്ന് ചിലപ്പോൾ നിങ്ങളെല്ലാം വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള ഇതുവരെയുള്ള ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും ചർച്ചകൾ വളരെയധികം പോകുന്നത് ഹിന്ദു സന്യാസികൾക്കെതിരെയും ഹിന്ദു മതവിശ്വാസികളായ അനാചാരങ്ങളും മറ്റ് അതുപോലുള്ള ചടങ്ങുകൾ നടത്തുക, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ആഭിചാരക്രിയകൾ ഒക്കെ നടത്തുന്നത് എല്ലാം ഹിന്ദുക്കളാണ്. അതുകൊണ്ട് ഈ ഹിന്ദു സന്യാസിമാരുടെ ചില ആശ്രമങ്ങൾ പോലും സംശയത്തിൽ നിർത്താറുണ്ട്. ചില വീടുകളിൽ മണിമുഴക്കങ്ങൾ കേൾക്കുന്നതും സംശയിക്കാറുണ്ട്. അങ്ങനെ പലപ്പോഴും പല വിഷയങ്ങളും പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രവാദങ്ങളും മണിമുഴക്കങ്ങളും മാത്രം ഇല്ലാത്ത മന്ത്രവാദങ്ങളും ഉണ്ട്. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു മന്ത്രവാദമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പല വീടുകളിലും ഇത്തരത്തിൽ അവിടെ ചെന്നിട്ട് ഇവരെ ജപിച്ചു കെട്ടുകയും അതുപോലെ മറ്റ് ചില ക്രിയകൾ നടത്തുകയും ജിന്നുകളെ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കടുത്ത അന്ധവിശ്വാസം വളരെ, എനിക്ക് തോന്നുന്നു, കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇടയിൽ ഉള്ളതിനേക്കാൾ അധികം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് എന്നതാണ്. അതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ്, ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കാസർകോട്ടെ വ്യവസായി ആയ മുഹമ്മദ് അബ്ദുൽ ഗഫൂർ, അബ്ദുൽ ഗഫൂർ ഹാജി, അദ്ദേഹം ഹാജിയും കൂടിയാണ്, ഹജ്ജിന് പോയ ആളാണ്. അതുകൊണ്ടാണ് ഹജ്ജിന് പോയ ആളിനെ മാത്രമേ ഹാജി എന്ന് പറയാറുള്ളൂ. ആ ഹാജിയെ പോലും പറ്റിച്ചുകൊണ്ട് ഒരു മന്ത്രവാദം നടത്തി, മുസ്ലിം മത വിശ്വാസ പ്രകാരം മന്ത്രവാദം നടത്താൻ വരികയും അയാളെ പാട്ടിലാക്കുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം മന്ത്രവാദങ്ങളെയും ആഭിചാരക്രിയകളെയും അനാചാരങ്ങളെയും ഒരു മതത്തിൻ്റെ ചുമലിൽ മാത്രം കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല. അത് കേരളത്തിൽ അത്തരത്തിൽ എല്ലാ മതങ്ങളെയും സ്പർശിക്കുന്ന തരത്തിൽ ഒരു നിയമം ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ, പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്തിന് വരണമെന്ന് ആവശ്യം ഉയർന്നുണ്ട്. പല ആൾക്കാരും, ഞങ്ങൾക്കറിയാം, ഞാനും കൂടെ അടങ്ങുന്ന ഒരു സംഘടന ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു പരാതി കൊടുത്തതാണ്. എത്രയും വേഗം കേരളത്തിൽ ഒരു അന്ധവിശ്വാസ അനാചാര വിരുദ്ധ നിയമം കൊണ്ടുവരണം. ഇത്തരത്തിൽ ക്രിയകൾ ചെയ്യുന്നവരെ, ഈ ആഭിചാര ക്രിയകൾ ഇവരെ പിടിച്ച് ജയിലിടാൻ വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. പക്ഷേ ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, ഈ പുരോഗമന ഗവൺമെന്റ് എന്തുകൊണ്ടെന്നറിയില്ല ഇത്തരം നിയമങ്ങൾ നടത്താൻ ഭയന്നിരിക്കുകയാണ്. ആ ഭയന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഹിന്ദു മത വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല ഇത്തരത്തിൽ ആഭിചാരക്രിയകൾ നടക്കുന്നത്, മുസ്ലിം മതവിശ്വാസികളിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം. ഒരുപക്ഷെ എൻ്റെ സംശയമാണ്, നിങ്ങൾ എന്നെ ദോഷൈക ദൃക്ക് എന്ന് പറയേണ്ട, ഈ മുസ്ലിം മതങ്ങളുടെ ഇടയിലും ഇത്തരത്തിൽ ആഭിചാരക്രിയകൾ നടക്കുന്നത് കൊണ്ടായിരിക്കണം നമ്മുടെ ഗവൺമെന്റ് അത്തരത്തിൽ ഈ ഒരു നിയമം കൊണ്ടുവരാൻ താല്പര്യം എടുക്കാത്തത്, ഇങ്ങനെ മെല്ലെപ്പോക്ക് നടത്തുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരു നിഗമനം തന്നെയാണ് എനിക്കുള്ളത്. എതിർക്കുന്നവർക്ക് എതിർക്കാം, എൻ്റെ ഈ കമന്റ് ബോക്സിൽ വന്ന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊങ്കാലയിടാം. പക്ഷേ ഞാനുള്ള യാഥാർത്ഥ്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത് എന്നാണ്. കാരണം പല കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ആവശ്യം ഉയർന്നിട്ട് എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്, പുരോഗമന ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ദൈവവിശ്വാസത്തിനുമെതിരെ പോലും നിൽക്കുന്ന ഈ പ്രസ്ഥാനം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്താണ്? ഞാൻ പറഞ്ഞത് തന്നെയാണെന്ന് ഞാൻ പറയുന്നു എൻ്റെ ഉത്തരം. പക്ഷേ ഗവൺമെൻറ് പറയേണ്ടതാണ്. എന്തായാലും 55 വയസ്സ് ആയ ഈ ഹാജിയാണ് ഇങ്ങനെയുള്ള ഈ ആഭിചാരക്രിയ നടത്താൻ വന്നവർ നടത്തിയത്. രണ്ടാം ഘട്ട അന്വേഷണം, ആദ്യത്തെ അന്വേഷണമൊന്നും നേരെ നടന്നില്ല. രണ്ടാം ഘട്ട അന്വേഷണം വന്നപ്പോഴാണ് ഇവരെല്ലാം പിടികൂടാൻ പ്രതികളുടെ പേരടക്കം നൽകി കുടുംബം പരാതി നൽകിയിട്ടും ആദ്യത്തെ പരാതിയിൽ കുടുംബം ഈ പ്രതികൾ ഇന്ന ആൾക്കാരെ സംശയിക്കുമെന്ന് പറഞ്ഞ് പേരെടുത്ത് കൊടുത്തു. ബേക്കൽ പോലീസിന് കൊടുത്തിരുന്നതാണ്. പക്ഷേ ആ ബേക്കൽ പോലീസ് അത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ മുന്നോട്ട് പോയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയമാണ്, അത് മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ട് അവരെ അന്വേഷണം നടത്തിയാൽ അവരുടെ മന്ത്രവാദത്തിനെതിരെ അനാചാരങ്ങൾക്കെതിരെയാണ് അവരെ പോലീസ് പിടികൂടിയാൽ അത് വേറെ തരത്തിൽ ട്വിസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് ഭയം കൊണ്ടായിരിക്കണം ബേക്കൽ പോലീസ് അത് നടത്താത്തത്. പക്ഷെ പിന്നീടും വീട്ടുകാർ ശക്തമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തേണ്ടി വന്നത്. എന്തായാലും 16 മാസം ബേക്കൽ പോലീസ് കേസ് കൈകാര്യം ചെയ്തിട്ടും യാതൊരു പുരോഗതിയിലും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ അന്വേഷിച്ചിരുന്നുവെങ്കിൽ പ്രതികൾ അന്നേ പിടിയിലാകുമായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതി കൊടുത്ത മകളും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. എന്തായാലും മരിച്ചയാളും മന്ത്രവാദിനിയും തമ്മിൽ കൈമാറിയ വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ഗഫൂറിൽ നിന്നും മന്ത്രവാദിനിയായ യുവതി 10 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും നേരത്തെ കൈപ്പറ്റിയതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 27-നാണ് ഖബറിടത്തിൽ നിന്നും ഗഫൂർ ഹാജിയുടെ മൃതദേഹം പുറത്തെടുത്ത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. തലയ്ക്ക് ക്ഷതമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് കൃത്യമായും സ്ഥിരീകരിക്കുന്നത്. ബന്ധുക്കൾ പലതും നേരത്തെ സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ പോലീസ് മടിച്ചു നിന്നത് എന്തുകൊണ്ടാണ് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും പ്രതികൾക്ക് കർണാടകയിലടക്കം കണ്ണികളുണ്ടെന്നും അബ്ദുൽ ഗഫൂറിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. 2023 ഏപ്രിൽ 14-നായിരുന്നു ഗഫൂറിന്റെ മരണം. സംഭവത്തിൽ വീടുകളിൽ പോയി ആഭിചാരക്രിയ നടത്തുന്ന മന്ത്രവാദിനി ഉദുമ മിത്തലിലെ മാങ്ങാട് കുളിക്കുന്ന് സ്വദേശിനി KS ഷമീന എന്ന ജിന്നുമ്മ. 38 വയസ്സാണ് അവർക്കുള്ളത്. KH ഷമീന. പക്ഷെ അവരെ വിളിക്കുന്നത് ജിന്നുമ്മ. എത്ര വലിയ ജിന്നുകളെയും ഒഴിപ്പിക്കുന്ന മന്ത്രവാദിനിയാണ്. ഭർത്താവ് ഉളിയത്തടുക്ക് നാഷണൽ നഗർ സ്വദേശി TM ഉബൈദ് എന്ന ഉവൈസാണ്. അയാൾക്ക് 32 വയസ്സാണുള്ളത്. മനസ്സിലാക്കുക, ഈ ജിന്നുമ്മയ്ക്ക് 38 വയസ്സും ഭർത്താവിന് 32 വയസ്സുമാണുള്ളത്. സഹായികളായ പള്ളിക്കര കിഖാൻ മുക്കാട് ജിനാനി നഗറിലെ അസ്നിഫ എന്ന 36-കാരൻ, മധൂർ കല്യാൺ ഹൗസിൽ ആയിഷ എന്ന് പറയുന്ന 43-കാരി എന്നിവരെല്ലാം ഇവരുടെ സഹായികളാണ്. ഇവരൊരു വലിയൊരു ബിസിനസ് ആയിട്ടാണ് ഇത് കൊണ്ടു നടന്നത്. കാരണം ഇവര് ഈ ഗഫൂറിന്റെ വീട്ടിൽ നിന്നും 596 പവൻ തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം നടത്തിയെന്നാണ് അറിയുന്നത്. അന്വേഷണത്തിന് കണ്ടെത്തിയിരുന്നത് പ്രതികൾ അബ്ദുൾ ഗഫൂർ ഹാജിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് സ്വർണവും വാങ്ങി സ്വർണം തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയതോടെ പണം ഇരട്ടിച്ചു നൽകാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് പ്രതികൾ സംഭവ ദിവസം വീട്ടിലെത്തിയത്. തുടർന്നായിരുന്നു കൊലപാതകം. മാന്ത്രിക ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് ചില മരുന്നുകൾ ഗഫൂറിന് നൽകിയ ശേഷമായിരുന്നു കൊലപാതകം. വീട്ടിലെ അലമാരയിൽ ഉണ്ടായിരുന്ന സ്വർണം കവർന്നു. ഈ മാന്ത്രിക മരുന്ന് കഴിച്ച് അദ്ദേഹം ബോധം കെട്ടുപോയി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതികൾ തട്ടിയെടുത്ത സ്വർണം കാസർഗോഡ് 5 ജുവലറികളിൽ വിറ്റു. സമാന രീതിയിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ഇവർ പങ്കാളികളാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ആ കൊലപാതക രീതിയെക്കുറിച്ചും കൊലപാതക കാര്യത്തെക്കുറിച്ചും എന്തായാലും ഇവർക്ക് ഈ ജിന്നുമ്മയ്ക്ക് സിനിമാക്കാരുമായിട്ടും രാഷ്ട്രീയക്കാരുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ഇത്തരം ആഭിചാരക്രിയകൾ നടത്തുന്നവർക്കും അതല്ലെങ്കിൽ ഇത്തരത്തിൽ വളഞ്ഞ വഴിയിൽ കൂടി അവിഹിതമായ വഴിയിൽ കൂടി പണമുണ്ടാക്കുന്നവരുമായിട്ടൊക്കെ രാഷ്ട്രീയക്കാർക്ക് അടുത്ത ബന്ധം വരുന്നതാണ് പലപ്പോഴും പോലീസിന് അന്വേഷണം വഴിമുട്ടാൻ കാരണം. ഇപ്പോൾ ഈ പറഞ്ഞ അതായത് ബേക്കൽ പോലീസ് ആദ്യം ഇത്തരം അന്വേഷണം നടത്താതെ തണുപ്പിച്ച് ഒരുതരം നിസ്സംഗത പുലർത്തിയതും ഈ ജിന്നുമ്മയും രാഷ്ട്രീയക്കാരുമായി
നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം, രാഷ്ട്രീയ നേതാക്കന്മാരുള്ള ബന്ധം തന്നെയാണ്. സിനിമാക്കാരുമായിട്ടും വലിയൊരു ബന്ധമുണ്ട്. അവരുടെ അനുയായികളാണ് ഇവർ. ഒരു വെറും ബന്ധം മാത്രമല്ല, അനുയായികളാണെന്നാണ് പറയുന്നത്. കാരണം സിനിമാക്കാർ വലിയൊരു അന്ധവിശ്വാസമാണ്. കാരണം അവർക്ക് ഈ സിനിമ ഓടണം, പണം മുടക്കിയത് കിട്ടണം എന്നുള്ളത് കൊണ്ട് അവർ എല്ലാ മന്ത്രവാദത്തിലും ചെയ്യും. തകിട് മന്ത്രിച്ച് നൽകിയാൽ പോലും 50,000 രൂപ ജിന്നുമ കൈപ്പറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. അത്ര വലിയ ഒരു മന്ത്രവാദിനിയാണ്. സിനിമാക്കടയിൽ സ്വാധീനമുണ്ടായിരുന്നത്. എന്തായാലും ഇവരുടെ ഈ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും അന്വേഷിക്കാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ പണം എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും കിട്ടിയെന്നും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആ അന്വേഷണം മാത്രം പോരാ. ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം രീതികൾ കേരളത്തിലെ സമൂഹത്തിൽ ഇനി നടക്കരുത്. ഇനിയും ഒരു ആഭിചാരക്രിയ, കൊലപാതകം നമ്മുടെ നാട്ടിൽ നടക്കരുത്. നാണക്കേടാണ്. കേരളം വലിയൊരു പ്രബുദ്ധ കേരളമാണെന്ന് പറയുമ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ പിണറായി വിജയന്റെ സർക്കാർ ഈ അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള, അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള, ഈ മന്ത്രവാദികളെ പിടിച്ചകത്തിടാൻ പറ്റുന്ന നിയമം പാസ്സാക്കണം.